രോഹിണി, ഈ ശബരിമലയിലെ ആദ്യത്തെ ചട്ടലംഘനം, പിന്നെ ചെറിയ മോഷണം, പിന്നെ കവർച്ച, പിന്നെ കൊള്ളയായി മാറിയ വാർത്തകൾ പുറത്തു വന്നപ്പോ തൊട്ട് ജനം ടി വി ഒരു പരമ്പര തുടങ്ങി, മാഫിയ വാഴും ദേവസ്വം എന്നുള്ള പേരിൽ. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓരോ ദിവസവും കൊടുക്കുന്ന ആ ഞെട്ടിക്കുന്ന വാർത്തകളാണ്. കള്ളത്തരത്തിന്റെയും കവർച്ചയുടെയും കെടുകാര്യസ്ഥതയുടെയും ഒത്തൊരുമിച്ച് നിന്ന് കവർച്ചയ്ക്ക് കൂട്ടുനിൽക്കുന്നതിന്റെയും ഒക്കെ ആ ഒരു മാഫിയ സംഘമോ എന്ന് തന്നെ അതിശയപ്പെടുത്തുന്ന തരത്തിലേക്ക് ഓരോ ദിവസവും വിവിധ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ നടക്കുന്ന കൊള്ളയ്ക്കും അനാചാരങ്ങൾക്കുമെതിരെയാണ് ജനം ടി വി ഒരു തുറന്നു പറച്ചിലിന് തയ്യാറായത്. അതിങ്ങനെ അനുസ്യൂതം തുടരുന്നു എന്നുള്ളത് ദുഃഖകരമായ ഒരു വസ്തുത കൂടിയാണ്. അതൊന്ന്. പക്ഷെ അതിലും ഞാനൊരു പോസിറ്റീവ് കാണുന്നുണ്ട് രോഹിണി. കാര്യം ഇങ്ങനെയൊരു പരമ്പര തുടങ്ങി ഇത്തരം വാർത്തകൾ ചെയ്തു തുടങ്ങിയപ്പോഴാണ് പലയിടങ്ങളിലും ഉപേക്ഷിച്ചിരുന്നവർ, പ്രതീക്ഷ നശിച്ചിരുന്ന ഭക്തജനങ്ങൾ, വിശ്വാസികൾ ഇത്തരം ക്രമക്കേടുകൾ, മോഷണങ്ങൾ, കൊള്ളയുടെ വിവരങ്ങൾ ജനം ടി വി പ്രതിനിധികളെ തേടിപ്പിടിച്ചത് കൈമാറാൻ തുടങ്ങിയത്, ഇത് പുറത്തു വന്നു തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങൾ ആവർത്തിച്ചുറപ്പിക്കാം. വർഷം എത്ര പിന്നിട്ടാലും അയ്യപ്പനെല്ലാം കാണുന്നുണ്ട്. വർഷം എത്ര പിന്നിട്ടാലും ക്ഷേത്രം മുതൽ കൊള്ളയടിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടുമെന്നും അതുകൊണ്ട് ഗുണമുണ്ടാവില്ല എന്നും ഏറ്റവും ഒടുവിൽ ഇപ്പൊ കോഴിക്കോട്ടത്തെ വാർത്തയാണ്. അനഘ ഹർഷൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അനഘ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ വിനോദിന് കവർച്ചയ്ക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത് ദേവസ്വം ബോർഡ് തന്നെയാണെന്നുള്ള ആരോപണമാണ് ശക്തമാകുന്നത്. ഒരേ പാറ്റേൺ തന്നെയാണ്. ആദ്യം മൂടി വെക്കുക, പുറത്തു വരുമ്പോൾ ആരെങ്കിലും ഒരാളെ കണ്ടുപിടിക്കുക, ഒടുവിൽ പുറത്തു വരുന്ന അയാൾ ഒറ്റയ്ക്കായിരുന്നില്ല, വേണ്ട എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തത് ഒരു വലിയ വൃന്ദം തന്നെ ഉണ്ടായിരുന്നു ബോർഡ് തന്നെയാണെന്ന് അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? മെല്ലെ മെല്ലെ ഇതിന്റെ ഈ തിരശീലകൾ മാറുകയാണ്. കള്ളത്തരത്തിന്റെ, കവർച്ചയുടെ, കൊള്ളയുടെ ഒക്കെ കഥകൾ, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അനഘ, നമസ്തേ, ഗുഡ് മോർണിംഗ്. പ്രദീപ് പിള്ള, രോഹിണി, മലബാർ ദേവസ്വം ബോർഡിന്റെ അഴിമതി, കെടുകാര്യസ്ഥതയെ കുറിച്ചുള്ള നിരവധി വാർത്തകളാണ് ദിവസേന പുറത്തു വരുന്നത്. അങ്ങനെ മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ 5000-ലധികം ക്ഷേത്രങ്ങളുണ്ട് എന്നുള്ളതാണ്. അതിൽ പകുതിയിലധികം ക്ഷേത്രങ്ങളിലും ഇത്തരത്തിൽ നടക്കുന്നത് വലിയ അഴിമതിയും മറ്റുമൊക്കെയാണ്. ഇതിന്റെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് മലബാർ ദേവസ്വം ബോർഡ് വിവിധ ക്ഷേത്രങ്ങളിൽ നിയമിക്കുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ നേതൃത്വത്തിൽ തന്നെയാണ് കോഴിക്കോട്ടെ വിവിധ ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിൽ ഈ ക്ഷേത്രത്തിൽ ഭഗവാന് സമർപ്പിച്ചിരിക്കുന്ന ഭഗവാന്റെ സ്വത്ത് അത് കവർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് കോട്ട ശിവക്ഷേത്രം, അതുപോലെ തന്നെ കുറുവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രം, പിഷാരികാവ് ക്ഷേത്രം തുടങ്ങി 8-ലധികം ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന PP വിനോദൻ ഈ ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം ഭഗവാനെ കാണിക്കയായി ഭക്തർ സമർപ്പിച്ച സ്വർണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് കവർച്ച ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ 60-ലധികം പവൻ സ്വർണം ഈ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന PP വിനോദൻ കവർച്ച ചെയ്തിട്ടുണ്ട്. ഇത് ഏതെങ്കിലും ഭക്തനോ അല്ലെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞതല്ല. മലബാർ ദേവസ്വം പ്രസിഡന്റ് ആയിട്ടുള്ള ഈ OK വാസു തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയ ഒരു കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ 8 ക്ഷേത്രങ്ങളിൽ നിന്നായി 60-ലധികം സ്വർണമാണ് ഈ PP വിനോദൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ നിന്ന് മോഷ്ടിച്ചത്. ഈ സംഭവം നടന്ന 1 മാസം പിന്നിടുമ്പോൾ പോലും ഈ PP വിനോദനെ പിടികൂടാൻ ഒരു നീക്കവും മലബാർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഭക്തർക്ക് വലിയ സംശയം ഉണ്ടാകുന്നത്. കാരണം ഇത്രയധികം ഈ PP വിനോദൻ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മാത്രമല്ല, ഒരേ സമയം മാത്രമല്ല ഈ ക്ഷേത്രങ്ങളിൽ നിന്ന് സ്വർണം കവർച്ച ചെയ്തത്, പല ഘട്ടങ്ങളിലായാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ മലബാർ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്ക് PP വിനോദൻ നടത്തിയ കവർച്ചയിൽ പങ്കുണ്ട്. അതുകൊണ്ട് മാത്രമാണ് PP വിനോദനെ പിടികൂടാൻ മലബാർ ദേവസ്വം ബോർഡ് പോലീസിൽ സമ്മർദ്ദം ചെലുത്താത്തത് എന്നാണ് ഭക്തർ പറയുന്നത്. ബാലുശ്ശേരി പോലീസിലാണ് ഇവർ ഭക്തരുടെ സമ്മർദ്ദത്തെ തുടർന്ന് മലബാർ ദേവസ്വം ബോർഡ് പരാതി കൊടുത്തത്. പക്ഷേ പരാതി കൊടുത്ത് 1 മാസം പിന്നിടുമ്പോഴും PP വിനോദനെ കുറിച്ച് ഒരു വിവരവുമില്ലെന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് അന്വേഷണം ഈ രീതിയിൽ പോകുമ്പോൾ കൃത്യമായി പോലീസിൽ ഒരു സമ്മർദ്ദം ചെലുത്തി PP വിനോദനെ കണ്ടെത്താനുള്ള ഒരു നടപടിയിലേക്ക് ദേവസ്വം ബോർഡ് സ്വാഭാവികമായും കടക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ ഒരു അനങ്ങാപ്പാറ നയമാണ് മലബാർ ദേവസ്വം ബോർഡ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ PP വിനോദനെ ഇത്തരത്തിൽ വിവിധ 8ഓളം ക്ഷേത്രങ്ങളിലായി 60 പവനോളം സ്വർണം കവർച്ച ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും അത് ഒരുക്കി കൊടുത്തിരിക്കുന്നത് മലബാർ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരാണ്. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥർ അറിയാതെ ഇത്തരത്തിൽ വലിയൊരു കവർച്ച ദേവസ്വം ബോർഡിലെ ക്ഷേത്രങ്ങളിൽ PP വിനോദന് നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഭക്തർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ്
റോഡിലേക്ക് കൂടി ഈ അന്വേഷണം വ്യാപിപ്പിക്കണം എന്നുകൂടി ഭക്തരുടെ ഇടയിൽ നിന്ന് പറയുന്നുണ്ട്. എന്തായാലും ഒരു മാസം പിന്നിടുകയാണ്. അപ്പോഴാണ് ഇത്രയധികം വലിയ 60 പവനോളം വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് കവർച്ച ചെയ്ത മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള PP വിനോദനെ ഇപ്പോഴും പോലീസിന് പിടികൂടാൻ കഴിയാത്തത് എന്നതാണ് വാസ്തവം. ശരി അനഘ, ഈ PP വിനോദൻ എന്ന് പറയുന്ന മഹാൻ എവിടെയുണ്ട് എന്ന് നമുക്കെങ്കിലും ഒന്ന് കണ്ടെത്താൻ കഴിയണം. അദ്ദേഹത്തോടൊന്ന് നമുക്ക് നേരിട്ട് ചോദിക്കാം. പോലീസ് ചോദിക്കുന്നതെങ്കിൽ ചോദിക്കണ്ട. ഇപ്പോൾ ജനൻ TVക്ക് പ്രോസിക്യൂഷൻ അധികാരങ്ങളൊന്നും ഇല്ലെങ്കിലും ഈ മഹാനെ ഒന്ന് ജനങ്ങൾക്ക് മുന്നിൽ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കണ്ടേ? എവിടെയുണ്ട് PP വിനോദൻ എന്നും അദ്ദേഹം എന്തിനാണ് ഇത് ചെയ്തതെന്നും ഒന്നും പറയാൻ സാധ്യതയില്ല എങ്കിൽ പോലും ഇദ്ദേഹത്തെ നമുക്കൊന്ന് ജനങ്ങൾക്ക് മുന്നിൽ, ഭക്തജനങ്ങൾക്ക് മുന്നിൽ ഈ മഹാനെ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കണം. കാര്യം ഇത്രയധികം പിന്തുണ, ഇത്രയധികം പേരുടെ സംരക്ഷണ വലയം, കൊള്ളയ്ക്ക് സംരക്ഷണം, കൊള്ള ചെയ്ത് കഴിഞ്ഞ് അത് പുറത്തു വന്നാലും സംരക്ഷണം ലഭിക്കുന്ന ഈ PP വിനോദൻ ആരുടെയൊക്കെ പിന്തുണയോടെയാണ്, ആരുടെയൊക്കെ സംരക്ഷണയിലാണ് ഇങ്ങനെ വിലസുന്നത് എന്നുള്ളത് കൂടി പുറത്ത് വരേണ്ടതുണ്ട്. ഒട്ടനവധി പ്രേക്ഷകരുടെ ആശംസകൾ ഇതിനകം വന്നു, ഒട്ടനവധി പ്രേക്ഷകരുടെ വിമർശനങ്ങൾ വന്നു ശബരിമലയിൽ. അതുപോലെ തന്നെ നമ്മൾ രാവിലെ പറഞ്ഞ വാർത്തയ്ക്ക് പ്രതികരണമുണ്ടായിരുന്നു. ഈ ദേവസ്വം ബോർഡിന്റെയൊക്കെ ഭരണം രാഷ്ട്രീയക്കാരെ അല്ല ഏൽപ്പിക്കേണ്ടത്. തീർച്ചയായിട്ടും എന്നും ജനൻ TVയും ഭക്തജന സംഘടനകളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇത്. ഉഷ നെല്ലൂർ, സദാനന്ദൻ നരുതലം, അതുപോലെ PRP കുറുപ്പ്, പ്രദീപ് PP തുടങ്ങി ഒട്ടേറെ എല്ലാവരും സജീവമായി തന്നെയുണ്ട്. രോഹിണി സൂപ്പറാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉഷ ചേച്ചി.